നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ സൗദിയിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് നിർണായക മാറ്റങ്ങൾ ഉടൻ വരുമെന്ന വാർത്തകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നതാണ്. അതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അനുവദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സ്ത്രീകൾക്കുള്ള നിയന്ത്രണങ്ങളിൽ ചില നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരം വാർത്തകൾക്കിടയിലാണ് സൗദിയിൽ നിന്ന് മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്ത് സ്ത്രീകൾക്കായുള്ള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് സൗദി. വാർത്തയിലേക്ക്. റിയാദ് സീസൺ പരിപാടികളുടെ ഭാഗമായി സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ഗുസ്തി മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആഗോള നിലവാരത്തിലുള്ള വിനോദ സ്പോർട്സ് മത്സരങ്ങൾ സൗദി നിവാസികൾക്കും സന്ദർശകർക്കും മുന്നിലെത്തിക്കുന്നതാണ്. ഇന്നാണ് ആ ചരിത്ര നിമിഷം, അതായത് ആ ചരിത്രം തിരുത്തി കുറിക്കുന്ന മത്സരം അരങ്ങേറിയിരിക്കുന്നത്. ഇന്നലെ റിയാദ് കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിലാണ് വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് ആണ് വനിതാ ഗുസ്തി മത്സരം പ്രഖ്യാപിച്ചത് തന്നെ. ഈ പ്രഖ്യാപനം സൗദിയുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ മാറ്റത്തെയാണ് കുറിക്കുന്നത്. വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് സംഘത്തിനൊപ്പം നതാലിയയും ലേസി ഈവൻസും റിയാദിൽ എത്തിയിട്ടുള്ളതായും വാർത്തകളുണ്ടായിരുന്നു. ലേസി ഈവൻസ് മുൻ അമേരിക്കൻ മറീനാണ്. നതാലിയ മുൻ ഗുസ്തി താരം ജിം നിതാർട്ടിന്റെ മകളും മുൻ ഗുസ്തി താരം ടൈസൺ കിഡിന്റെ ഭാര്യയുമാണ്. വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് താരങ്ങളായ നതാലിയയും ലേസി ഈവൻസുമാണ് ക്രൗൺ ജ്വൽ എന്ന പേരിട്ട മത്സരത്തിൽ ഏറ്റുമുട്ടുക എന്നതും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ലോക പ്രശസ്തരായ മറ്റേതാനും ഗുസ്തി താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങളും ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. സൗദിയിലെ അരാംകോ എണ്ണപ്പാടങ്ങൾക്ക് തീപിടിച്ചതിന് പിന്നാലെ ഒത്തിരിയേറെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് എണ്ണപ്പാടം കൊണ്ട് മാത്രം സൗദിയുടെ മൂല്യം നിലനിർത്താൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ സൗദിയിലെ അധികൃതർ സഞ്ചാരികൾക്കായി വാതിൽ തുറക്കുകയാണ്. ഈ വാതിൽ തുറന്നത് ഒത്തിരിയേറെ നേട്ടങ്ങൾക്കാണ്. ഇതിൽ പ്രവാസികളും സന്തോഷഭരിതരാണ്. കാരണം ഈ നേട്ടങ്ങൾ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുക. സൗദിയിലെ അധികൃതർ നിയമങ്ങൾക്ക് ഇളവ് ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ചില നിയമങ്ങൾ കടുപ്പിച്ചു തന്നെയാണ് അവർ പറയുന്നത്. അതെല്ലാം പാലിച്ചില്ലെങ്കിൽ കടുത്ത ശിക്ഷയായിരിക്കും നൽകേണ്ടി വരിക. എന്തായാലും സൗദി അധികൃതർ വനിതകൾക്ക് നൽകുന്ന ഈ നേട്ടങ്ങൾ തീർത്തും ചരിത്രപ്രധാനം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.